അപ്പോൾ മിനിസ്റ്റർ, നമ്മളുടെ ലതയുടെ കാര്യത്തിൽ ഒരു മോതിരത്തിന്റെ കാര്യം ഞാൻ മിനിസ്റ്ററോട് അന്ന് ലത നേരിട്ട് പറഞ്ഞതാണ് നമ്മളോട്. ഹലോ മിനിസ്റ്റർ, കേൾക്കുന്നുണ്ടോ മിനിസ്റ്റർ? കേൾക്കാം. അക്കാര്യം പിന്നെ അരുൺ പറഞ്ഞപ്പോൾ തന്നെ ആ കാര്യത്തിൽ ഞങ്ങള് ഒരു അന്വേഷണം നടത്തി അന്ന് തന്നെ വിവരം കണ്ടെത്തിയിരുന്നു. അവിടെ ലതയുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മരണപ്പെട്ട സമയത്ത് കിട്ടിയിട്ടുള്ള മോതിരം റവന്യൂ വകുപ്പ് സൂക്ഷിച്ചിരുന്നു. അത് പിന്നീട് നിയമപ്രകാരം മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ FIR ഇടാൻ വേണ്ടി അത് കൈമാറി. മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോ മാനന്തവാടി സബ് കളക്ടറുടെ അധീനതയിൽ അതുണ്ട്. അത് 3/10/2024 തന്നെ റവന്യൂവിൽ നിന്ന് പോലീസ് വാങ്ങി പോലീസ് FIR ഇട്ട് 3/10/2024 തന്നെ അത് സബ് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ക്രൈം നമ്പർ 749/2024. ശ്രദ്ധിക്കുമല്ലോ, ക്രൈം നമ്പർ 749/2024 മേപ്പാടി പോലീസ് സ്റ്റേഷൻ. അതിന്റെ ഒരു PR നമ്പർ കൂടി ഇട്ടിട്ടുണ്ട് 303/2024. ക്രൈം നമ്പർ അറിഞ്ഞാൽ മതി, 749/2024. സ്വർണ്ണ നിറത്തിലുള്ളതും ലത എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളതുമായിരുന്ന മോതിരം എണ്ണം 1. ഇങ്ങനെ നമ്മള് കൃത്യമായിട്ട് അത് സബ് കളക്ടർ ഓഫീസ്. ഒരു നിമിഷം, ലത നമുക്കൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ലത ടെലിഫോൺ ലൈനിലുണ്ട് ഇപ്പോൾ. ഒരു നിമിഷം, അല്ല ഇപ്പോൾ ഡിസ്കണക്ട് ചെയ്തു. അപ്പം ഈ നമ്പറിൽ ആയിട്ട് ലത പോയാൽ മതിയാകുമോ മിനിസ്റ്റർ? ലത ചേച്ചിക്ക് കേൾക്കാമല്ലോ, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ. മിനിസ്റ്റർ, ലത നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലതയുടെ അടുത്ത് മിനിസ്റ്റർക്ക് നേരിട്ട് പറയാം. ലത ചേച്ചി കേൾക്കാമല്ലോ? കേൾക്കാമോ ലത? എന്താ കയ്യിലൊരു പേനയും കൂടി എടുത്തോളൂ. ലത ചേച്ചി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഡോക്ടർ അരുൺ വിവരം നൽകിയിരുന്നു. അന്നു തന്നെ തയ്യാറായിരുന്നു. പിന്നെ പക്ഷെ പല കാരണങ്ങളാൽ നമുക്ക് ഒരുമിച്ച് കൂട്ടി യോജിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ആ മോതിരം 3/10/2024 മാനന്തവാടി സബ് കളക്ടർ ഓഫീസിലുണ്ട്. പോലീസിന്റെ ക്രൈം നമ്പർ 749/2024. നമ്മുടെ മോതിരത്തിൽ ഇംഗ്ലീഷിലല്ലേ ലത ചേച്ചി ലതാന്ന് എഴുതിയിട്ടുള്ളത്? ഇംഗ്ലീഷിലാണ്. അപ്പൊ സ്വർണ്ണ നിറത്തിൽ LATH ലത എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള മോതിരം നമ്മുടെ കയ്യിലുണ്ട്. അത് മാനന്തവാടി സബ് കളക്ടർ ഓഫീസിലുണ്ട്. നിയമപരമായിട്ടുള്ള ചെറിയ കാര്യമുള്ളൂ. അവിടെ രേഖപ്പെടുത്തിയ ഐഡന്റിറ്റിയും മരണ സർട്ടിഫിക്കറ്റും കൂടി ഒന്ന് കാണിക്കേണ്ട കാര്യമുള്ളൂ. അതിലും ബുദ്ധിമുട്ടിക്കില്ല. അവിടെ ADM-നോട് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലത ചേച്ചി എവിടെയാ താമസിക്കുന്നത്? എവിടെയാ താമസിക്കുന്നത്? മുണ്ടേരി ഷെൽട്ടർ ഹോമിൽ മിനിസ്റ്റർ. മുണ്ടേരി ഷെൽട്ടർ ഹോം. മുണ്ടേരി ഷെൽട്ടർ ഹോമിലാണ്. ഒന്നുകിൽ സബ് കളക്ടർ ഓഫീസിലൊന്ന് പോയാൽ അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ സൂപ്രണ്ടിനെ പറഞ്ഞേൽപ്പിക്കാം. ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും തരും. മോതിരം തിരിച്ചു കിട്ടും. ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. ഏറ്റവും സേഫായി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഓക്കെ, സന്തോഷമായില്ലേ ചേച്ചി? ഇതിനിടയിൽ ചെറിയ ആശ്വാസം. എന്താ സന്തോഷമായി എനിക്ക്. ഇപ്പാണ് ഒരു എന്താ പറയാ സന്തോഷം വലിയ ഇതായി. താങ്ക് യു. അപ്പോ അരുണ ക്രൈം നമ്പർ അവരുടെ കയ്യിലുണ്ടാകുമല്ലോ. 749 ആ നമ്പർ ഒന്ന് കുറിച്ച് വെച്ചോളൂ. 749 749/2024. ക്രൈം നമ്പർ. മേപ്പാടി പോലീസ്. ഇതാണ് ക്രൈം നമ്പർ. 3/10/2024 പോലീസ്. ഇത് മാനന്തവാടിക്കാ പോകേണ്ടത്? മാനന്തവാടി സബ് കളക്ടർ. അതൊരു കോടതി നടപടിയാണല്ലോ ചേച്ചി. അങ്ങനെ സാധനങ്ങൾ കിട്ടിയാൽ അത് പോലീസ് ക്രൈമായിട്ട് രേഖപ്പെടുത്തി സുരക്ഷിതമായി ഒരു കോടതിയാണ്, സബ് കളക്ടർ കോടതിയാണ് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടാകും. അപ്പൊ അത് ഒരു നിയമപരമായ നടപടിയാണ്. അത് നമുക്ക് കിട്ടിയാൽ രേഖാമൂലം ബന്ധപ്പെട്ട ആളുകൾക്ക് കൈമാറുക എന്നുള്ളത് ചെറിയ കാര്യമാണ്. മോതിരം കണ്ടെത്തി ധൈര്യമായിട്ടിരുന്നോളൂ. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം, ഒരു പ്രയാസവും വിചാരിക്കാം. ഓക്കെ, അപ്പൊ ശരി മിനിസ്റ്റർ, താങ്ക് യു. സാറേ വലിയ ഉപകാരമായിരുന്നു സാറിനോട്. തീർച്ചയായിട്ടും മിനിസ്റ്ററോടാണ് അതിന്റെ താങ്ക്സ് പറയേണ്ടത്. കാര്യം മിനിസ്റ്റർ വളരെ പ്രത്യേക ഒരു താല്പര്യം എടുത്ത് ചേച്ചിയുടെ ആ വിഷയമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ സർക്കാർ അരുണേ, ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ബോഡി വരുന്ന നേരത്ത് ഞാനും ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് നേരിട്ട് അറിയാവുന്ന വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാലോ. ആ സമയത്ത് വന്നിരുന്ന എല്ലാതും നമ്മളങ്ങനെ കണ്ട് കൈകാര്യം ചെയ്താണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ അവരുടെ ഒരു ഓർമ്മയാണ് സ്വാഭാവികമായിട്ട് സൂക്ഷിക്കേണ്ടത്. അതിൽ സ്വർണത്തിന്റെ മൂല്യമല്ല, മരണപ്പെട്ടവരുടെ ഓർമ്മകളുടെ മൂല്യമാണ് അതിനുള്ളത്. അത് എത്ര പണം കൊടുത്താലും കിട്ടാത്ത ഒന്നാണ്. സ്വർണ്ണമോതിരം നമുക്ക് വേറെ മേടിക്കാം, പക്ഷെ ഇതേ മോതിരം കിട്ടണമെങ്കിൽ ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി കൈകാര്യം ചെയ്യണം. അപ്പൊ ഇങ്ങനെ നഷ്ടപ്പെട്ടതെല്ലാം ആ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായതെല്ലാം സുരക്ഷിതമായിട്ടുണ്ട്
എന്ന് ബാക്കി ആളുകൾ കൂടി അറിയിക്കുക. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. അപ്പോൾ ലളിതേച്ചി ആശ്വാസമാണ്. ഈ അപ്പോൾ ആ മോതിരം കിട്ടും, ഇനി അതിനകത്ത് ടെൻഷൻ വേണ്ട. നമ്പർ ഒന്ന് കുറിച്ച് വെച്ചോളൂ, 749/2024. ഇതുമായിട്ട് പോയാൽ മതി. അവിടെ ADM പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നിയമപരമായിട്ടൊരു ചെറിയ സാങ്കേതികമായിട്ടുള്ള കാര്യമുള്ളൂ, അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കും. മിനിസ്റ്റർ അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ലളിത ചേച്ചി. TV ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അല്ലേ ലളിത ചേച്ചി? ഓക്കെ ശരി ചേച്ചി, താങ്ക് യു. അപ്പോൾ നമ്മൾ കൊടുത്ത TV-യിലാണ് ഈ വാർത്തയൊക്കെ കാണുന്നത് ഇപ്പോൾ ലളിത ചേച്ചിയും കുടുംബവും. എന്തായാലും മോതിരം കിട്ടി എന്ന സന്തോഷ വാർത്തയാണ്. ചിലപ്പോൾ അങ്ങനെയാണല്ലേ, മിനിസ്റ്റർ പറഞ്ഞതുപോലെ പണം കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് ഒരു 2 പവനുള്ള സ്വർണ്ണമൊക്കെ കിട്ടും, അല്ലെങ്കിൽ 1.5 പവനുള്ള ഒരു മോതിരമൊക്കെ കിട്ടും. പക്ഷേ ആ മോതിരത്തിന് അതിൻ്റെ വില നമുക്ക് മതിക്കാനാവില്ല. ചില മനുഷ്യരും അങ്ങനെയാണ്, ചില മനുഷ്യരുടെ ചില ഓർമ്മകളും അങ്ങനെയാണ്. വലിയ മൂല്യമൊന്നും കമ്പോളത്തിലുണ്ടാവില്ല, പക്ഷേ ഇവിടെയുള്ള മൂല്യമുണ്ടല്ലോ, അതൊരു കമ്പോളത്തിനും മതിക്കാനും ആവില്ല.